മാസ്റ്റർ അനൈ കൃഷ്ണ ജെ. അടിമാലി സ്വദേശി, അഭിനേതാവ്, ചിത്രകാരൻ, ക്രാഫ്റ്റ് നിർമ്മാതാവ്, ചാരിറ്റി പ്രവർത്തകൻ. സംസ്ഥാന സർക്കാരിൻ്റെ 2023 ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവാണ്. ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കളിൽ നിന്ന് മനോഹരമായ ക്രാഫ്റ്റ് നിർമ്മാണം നടത്തുന്നു. വൈറൽ വീഡിയോ പെർഫോമറാണ്. സോഷ്യൽ മീഡിയയിൽ 5 മില്യൺ ആളുകൾ കണ്ട ഗോഡ് ഫാദർ റീമേക്കിൽ ജഗദീഷിനെ അവതരിപ്പിച്ചു. വാത്സല്യം റീമേക്കിൽ കുഞ്ഞമ്മാവിനെ അവതരിപ്പിച്ചു. 3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2 ഷോർട്ട് ഫിലിം, 2 പരസ്യങ്ങൾ, ആൽബങ്ങൾ എന്നിവയിലും അഭിനയിച്ചിട്ടുണ്ട്. ചാരിറ്റി പ്രവർത്തകനാണ്. ചിത്രരചനയിൽ നിന്ന് കിട്ടുന്ന സമ്മാന തുക പാവപ്പെട്ടവർക്ക് വസ്ത്രം, ഭക്ഷണം, മരുന്ന് എന്നിവയ്ക്കായി നൽകുന്നു. സ്പെല്ലിംഗ് റൈറ്റ് കോമ്പറ്റീഷൻ സ്റ്റേറ്റ് ലെവൽ വിന്നറാണ്. പെയിൻറ്റിംഗ് മത്സരങ്ങൾക്ക് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ലെവൽ വിന്നർ കൂടിയാണ്. കലാമേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. മാസ്റ്റർ ആദിഷ് എസ്, കൊട്ടാരക്കര പനവേലി സ്വദേശി. ഇന്ത്യ സ്റ്റേറ്റ് ഓപ്പൺ റാങ്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2024 കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയുണ്ടായി. എൻട്രൻസ് ആൻഡ് സിവിൽ സർവീസ് അക്കാദമി കൊല്ലം ജില്ലാ ഓപ്പൺ സ്കൂൾ റോളർ സ്കേറ്റിംഗിൽ 2024 ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയുണ്ടായി. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള മാരത്തോണിൽ പങ്കെടുക്കുകയും അതിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2024 ഇടം നേടുകയും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് 2024 കരസ്ഥമാക്കുകയും ചെയ്തു. സ്കൂൾ തലത്തിലും ജില്ലാ തലത്തിലും കലാമത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. കായിക ഇനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സ്കൂൾ തല ആദരവും പ്രശംസയും ലഭിച്ചിട്ടുണ്ട്. കായിക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. എത്രാം ക്ലാസ് പഠിക്കുന്നു? 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കുമാരി വരദ RP, തിരുവനന്തപുരം മലയം സ്വദേശി. പുസ്തക വായന ഹോബിയായി കണ്ടെത്തി 500ഓളം പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ ആസ്വാദന കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. ഊഞ്ഞാലുകുട്ടിയുടെ ഉമ്മിണിക്കാര്യങ്ങൾ എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവാണ്. ആകാശവാണി, കുട്ടികളുടെ ആദ്യത്തെ ഇൻ്റർനെറ്റ് റേഡിയോ ആയ സാഹിതിവാണി 1.14 എന്നിവയിലും റേഡിയോ ജോക്കിയായി പ്രവർത്തിക്കുന്നു. ഇതിനോടകം വായിച്ച പുസ്തകങ്ങൾ എഴുതിയ എഴുത്തുകാരെയും പരിചയപ്പെട്ടിട്ടുണ്ട്. കുട്ടികളുടെ ക്യാമ്പുകളിലും മറ്റ് സംവാദങ്ങളിലും വായന അനുഭവം പങ്കുവയ്ക്കാൻ അതിഥിയായി പോകാറുണ്ട്. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. എത്രാം ക്ലാസ് പഠിക്കുന്നത്? 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ശ്രീമതി SR ലേഖ, തിരുവനന്തപുരം നെട്ടയം സ്വദേശി. ഗായിക, ദേശീയ ഹോക്കി താരം, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അധ്യാപിക. നാഷണൽ ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ മത്സരത്തിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ച് 3 നാഷണൽ ലെവൽ ഹോക്കി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. മികച്ച NCC കേഡറ്റ് ആയിരുന്നു. NCCയിലെ C കേഡറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ റിപ്പബ്ലിക് പരേഡിൽ കേരളത്തിനെയും ലക്ഷദ്വീപിനെയും പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. നിരവധി ആൽബങ്ങളിലും ടെലിഫിലിമുകളിലും പാടിയിട്ടുണ്ട്. തിരുവനന്തപുരം ആകാശവാണിയിലെ അനൗൺസറായും മ്യൂസിക് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ദൂരദർശനിൽ പ്രോഗ്രാം അസിസ്റ്റൻ്റ് ആയിരുന്നു. ഒമാനിലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ടീച്ചിങ് എക്സലൻസ് അവാർഡ്, ഒമാൻ ഇന്ത്യൻ സ്കൂൾ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ബെസ്റ്റ് ടീച്ചർ അവാർഡ്, ഇന്ത്യൻ സ്കൂൾ ഓഫ് അൽസിബയിലെ പ്രിൻസിപ്പൽ പ്രശംസ അവാർഡ്, ഗൾഫ് CBSE സ്കൂൾ കൗൺസിലിൻ്റെ അവാർഡ് ഓഫ് അപ്രീസിയേഷൻ തുടങ്ങിയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ചാരിറ്റി പ്രവർത്തക കൂടിയാണ്. മസ്കറ്റിലെ ചാരിറ്റി സംഘടനയായ ധ്വനി മലയാളി അസോസിയേഷനിൽ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. സ്റ്റേജ് ഷോകളിലും പുറത്തുള്ള സാംസ്കാരിക മത്സരവേദികളിലും ജഡ്ജായിട്ടും പോകുന്നുണ്ട്. നിലവിൽ മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂളിലെ ടീച്ചറായിട്ട് പ്രവർത്തിച്ചു വരുന്നു. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സുബീഷ് കടവത്തൂർ, കണ്ണൂർ കടവത്തൂർ സ്വദേശി. മിമിക്രി മേഖലയിൽ പ്രവർത്തിക്കുന്നു. നിരവധി ചാനൽ പ്രോഗ്രാമിലൂടെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. ഫ്ലവേഴ്സ് TVയിലെ കോമഡി ഉത്സവം, അമൃത TVയിലെ കോമഡി മാസ്റ്റേഴ്സ് തുടങ്ങിയ ചാനൽ പ്രോഗ്രാമുകളിൽ ശ്രദ്ധേയനായിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും നിരവധി സ്റ്റേജ് പ്രോഗ്രാമിലൂടെ ശ്രദ്ധ നേടുകയും കലാസാംസ്കാരിക സമിതിയുടെ അവാർഡുകൾ, പഞ്ചായത്ത് ജില്ലാ തലങ്ങളിലുള്ള പുരസ്കാരങ്ങൾ, കേരള കലാസാംസ്കാരിക വേദി തൃശ്ശൂർ മേഖലയുടെ അവാർഡ്, കേരളോത്സവം 2019 കണ്ണൂർ ജില്ലാ വിന്നർ അവാർഡ്, കടവത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അവാർഡ് തുടങ്ങിയ അനവധി പുരസ്കാരങ്ങൾ ഈ മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. കലാമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി അശ്വതി KP, കോട്ടയം മറിയപ്പള്ളി സ്വദേശി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാരമ്പര്യ വൈദ്യത്തെക്കുറിച്ച് പഠിക്കുകയും
പാരമ്പര്യ വൈദ്യം തുടർന്ന് പരിശീലിക്കുകയും സ്വന്തമായി ചികിത്സ നടത്തി വരികയും ചെയ്യുന്നു. ഇവിടെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള മർമ്മ ചികിത്സാ കേന്ദ്രമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതുകൂടാതെ സ്പാ തെറാപ്പി, യോഗ, കോസ്മെറ്റോളജി, ബ്യൂട്ടി കോഴ്സ് എന്നിവയിലും ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നിവയിലും 16 വർഷത്തെ പ്രാവീണ്യവും പരിശീലനവും നേടിയിട്ടുണ്ട്. സഹാറ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഡോക്ടർ BR അംബേദ്കർ സേവരത്ന സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പാരമ്പര്യ വൈദ്യശാസ്ത്ര മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ദേവു, മലപ്പുറം നിലമ്പൂർ സ്വദേശി, കവയത്രി, കഥാകൃത്ത്, നാടകകൃത്ത്, കോറിയോഗ്രാഫർ. സംസ്കൃതം, മലയാളം എന്നീ ഭാഷകളിൽ സ്കൂൾ, സബ് ജില്ലാ തലങ്ങളിൽ നാടകം എഴുതി കോറിയോഗ്രാഫിയും സംവിധാനവും ചെയ്യാറുണ്ട്. 150-ൽ പരം കവിതകൾ, 10 കഥകൾ എന്നിവ എഴുതിയിട്ടുണ്ട്. എഴുതിയതിൽ നിന്ന് 49 കവിതകൾ സ്വരൂപിച്ചുകൊണ്ട് ഗുൽമോഹർ എന്ന പേരിൽ പുസ്തകം പ്രകാശനം ചെയ്യുകയും അതിന് നാഷണൽ മലയാളം ലിറ്ററേച്ചർ അക്കാദമിയുടെ ഗോൾഡൻ പെൻ അവാർഡ് അർഹത നേടുകയും ചെയ്തു. ഇതുകൂടാതെ പ്രൂഫ് റീഡിംഗ്, എഡിറ്റിംഗ് എന്നിവയും ചെയ്യാറുണ്ട്. സ്ത്രീകളുടെ മെൻസസ് പീരീഡ് കാലത്തെ ഇതിവൃത്തമാക്കി മൈ ഹൊറിബിൾ ഡേയ്സ് എന്ന കവിതയാണ് ഇപ്പോൾ പൂർത്തിയാക്കിയത്. നിലവിൽ വിദ്യാനികേതൻ സ്കൂളിൽ ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ്സായി ജോലി ചെയ്തു വരുന്നു. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. സുനിത SV, ശ്രീമതി സുനിത SV, പാലക്കാട് സ്വദേശി, സാൻകോ സെൻട്രൽ സ്കൂൾ എന്ന CBSE സ്കൂൾ അധ്യാപികയാണ്. BEഡിൻ്റെ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ആദ്യ കവിത പബ്ലിഷ് ചെയ്തത്. ശേഷം പഠിപ്പിക്കുന്ന സ്കൂളിലെ മാഗസിനുകളിലും കവിത പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ഭാഷാ മലയാളം എന്ന സാഹിത്യ ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ നിരവധി കവിതകൾ എഴുതി. ഭാഷാ മലയാളം സാഹിത്യ ഗ്രൂപ്പ് 3 പ്രാവശ്യം സാഹിത്യ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. മഞ്ചരി ബുക്സിൻ്റെ പെൻ ഡ്രൈവിലൂടെ നിരവധി ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കാൻ സാധിച്ചു. ഭാഷാ മലയാളം പുറത്തിറക്കുന്ന പുസ്തകത്തിലൂടെ കാവ്യങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു വരുന്നു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ രഞ്ജിത്ത് S. കരുൺ, കോഴിക്കോട് നടുപ്പയിൽ സ്വദേശി, ഗായകൻ, എഡിറ്റർ, അഭിനേതാവ്, ഡയറക്ടർ. ചെറുപ്പം മുതൽ നാടൻ പാട്ട്, ഗാനമേള എന്നീ രംഗത്ത് സജീവമാണ്. ഏഷ്യാനെറ്റ്, കൈരളി, ദർശന, ശാലോം തുടങ്ങിയ മലയാളത്തിലെ മുൻനിര ചാനലുകൾക്കായി പ്രവർത്തിച്ചിരുന്നു. 20ഓളം മലയാളം ആൽബം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. 4 മ്യൂസിക് ആൽബങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് ഇൻ്റർനാഷണൽ സ്കൂളിൽ എഡിറ്ററായി ജോലി നോക്കുന്നു. അഗാമി ഇന്നൊവേറ്റീവ് സൊല്യൂഷൻ എന്ന പേരിൽ കോഴിക്കോട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് നടത്തുന്നുണ്ട്. ഫിലമെന്റ് കലാസാഹിത്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി, ഫിലമെന്റ് ട്രസ്റ്റ് ട്രസ്റ്റി എന്നീ ഉത്തരവാദിത്വങ്ങൾ വഹിച്ചു വരുന്നു. എഡിറ്റ് ചെയ്ത പ്രധാനപ്പെട്ട വർക്കുകൾ കുപ്പിവള മെഗാ റിയാലിറ്റി ഷോ, കുട്ടിക്കുപ്പായം, ഡോക്യു ഫിഷൻ ഓഫ് പാണക്കാട് തങ്ങൾ, ഞാനും എൻ്റെ വീടും വീക്ക്ലി പ്രോഗ്രാം, ദിഗന്ത പ്രവാചകൻ, ഹോം സിനിമ, ദി വെർജിൻ, 2 ഷോർട്ട് ഫിലിമാണ് തുടങ്ങിയവയാണ്. പാടിയ പ്രധാന ആൽബങ്ങൾ വെറുതെ ഒരു രൂപം, നാടുണരുന്നു, സമരജ്വാല, കൊടുങ്ങല്ലൂരമ്മ, ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയവയാണ്. കലാമേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയ S. പൈ, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി, ആരോഗ്യ പ്രവർത്തന മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ഏകാരോഗ്യം എന്ന സംഘടനയിലെ കമ്മ്യൂണിറ്റി മെമ്പറാണ്. അംഗനവാടി ടീച്ചറായും സാക്ഷരതാ പ്രവർത്തകയായും സജീവം. പോളിയോ, ലെപ്രസി ഇവയുടെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പലതവണ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി LD ക്ലർക്കായി വാട്ടർ അതോറിറ്റിയിൽ താൽക്കാലിക ജോലി നോക്കിയിട്ടുണ്ട്. ട്യൂഷൻ സെൻ്ററുകളിലും ക്ലാസ് എടുക്കുന്നുണ്ട്. കവിത, ലേഖനം, ഉദ്ധരണികൾ ഇവ തൻ്റെ വേനലൊരുക്കങ്ങൾ എന്ന കവിതാ സമാഹാരങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാഷാ മലയാളം അക്ഷരകേരളം സാഹിത്യ പുരസ്കാരം, വെണ്ണില കൂട്ടായ്മയുടെ സാഹിത്യ പുരസ്കാരം, സർഗാരവം സാഹിത്യ പുരസ്കാരം, ബുക്ക് കഫേയുടെ പെൺ പെരുമ സാഹിത്യ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തന മേഖലയിൽ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഗീതു സുരേഷ്, ശ്രീമതി ഗീതു സുരേഷ്. ഗീതു സുരേഷിൻ്റെ അച്ഛനാണ് എത്തിയിരിക്കുന്നത്. ഇടുക്കി സ്വദേശിനി, നർത്തകി, കോറിയോഗ്രാഫർ. 11 വർഷമായി അമേരിക്കയിൽ താമസിക്കുന്നു. 16 വയസ്സ് മുതൽ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നു. കുച്ചിപ്പുടിയിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയതിന് ശേഷം അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നൃത്തം പഠിക്കാൻ വരുന്ന അനേകം കുട്ടികൾക്ക് നൃത്ത അധ്യാപികയാണ്. ധാരാളം സ്റ്റേജ് ഷോകൾ നടത്തുന്നു. മികച്ച പെർഫോമർക്കുള്ള നിരവധി അംഗീകാരങ്ങളും പ്രശംസയും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ്, കഥാപ്രസംഗം, ഓട്ടംതുള്ളൽ, മോണോ ആക്ട് എന്നീ കലകളിലെല്ലാം തന്നെ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്.
അമേരിക്കയിലെ ടെക്സാസിൽ ഹ്യൂസ്റ്റൺ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നൂപുര സ്കൂൾ ഓഫ് ഡാൻസിലെ പേരെടുത്ത അധ്യാപികയാണ് ഗീതു സുരേഷ്. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി മിനിത മിഖായേൽ, പത്തനംതിട്ട അടൂർ സ്വദേശി, കവയത്രി, കഥാകൃത്ത്. ആനുകാലികങ്ങളിലും നവമാധ്യമങ്ങളിലും ചെറുകഥകളും കവിതകളും എഴുതുന്നു. ആദ്യ കവിതാ സമാഹാരം വേനൽ ജില്ലയിലെ ഒറ്റയിതൾ പൂവാണ്. കമല സുരയ്യ സ്മാരക ഗ്രാമീൺ സംസ്ഥാന സാഹിത്യ ചെറുകഥ അവാർഡ്, സോൾമേറ്റ്സ് ഗ്രൂപ്പ് പുരസ്കാരം, കൊച്ചിൻ സാഹിത്യ അക്കാദമിയുടെ കാവ്യ മാമാങ്കം ആദരവ്, ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുസ്തകമായ മഞ്ചരി ബുക്സിൻ്റെ പെൻഡ്രൈവിൽ രചന വരികയും അവരുടെ വേർഡ് സ്റ്റാർ അവാർഡ്, റൈറ്റേഴ്സ് ഹട്ട് പബ്ലിക്കേഷൻ്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് തുടങ്ങി ധാരാളം പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്തു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ശിവകല ശിവസുധൻ, തിരുവനന്തപുരം കോട്ടുകാൽ സ്വദേശി, ശാന്തിഗ്രാം സാമൂഹ്യ സംഘടന ആദ്യത്തെ ബാലവേദ സെക്രട്ടറിയായി ബാല്യകാലം മുതൽ പ്രവർത്തിച്ചു. വെള്ളനാട് മിത്രനികേതനിൽ കൂടി പല സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തു. 250-ൽ പരം കവിതകളും രചിച്ചിട്ടുണ്ട്. 75ഓളം കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ധാരാളം കവിതകൾ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. മദ്യവർജന സമിതിയുടെ മാധവിക്കുട്ടി പുരസ്കാരം തുടങ്ങി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മോട്ടിവേറ്റർ എന്ന നിലയിൽ ധാരാളം കുട്ടികളെയും മുതിർന്നവരെയും ലഹരി ഉപയോഗത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. അഗതി മന്ദിരങ്ങളിൽ ധാരാളം സഹായങ്ങൾ ചെയ്തു വരുന്നു. കൂടാതെ റോഡിൽ വിശന്ന് വലയുന്നവർക്ക് ആഹാരവും വസ്ത്രങ്ങളും കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. നിലവിൽ ഉദയസമുദ്രയിൽ ജോലി നോക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി വീണ ദേവി എസ്, തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി, കവയിത്രി, ഗാനരചയിതാവ്, ജീവകാരുണ്യ പ്രവർത്തക. നിരവധി കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ധാരാളം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. 9 ലോക റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ച് നിരവധി ആദരവുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, യൂണിക്കോൺ വേൾഡ് റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങിയ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. മഞ്ചരി ബുക്സിൻ്റെ എഴുത്തുകാരിയാണ്. പെൻഡ്രൈവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കവിതാ സമാഹാരത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞു. സാഹിത്യ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഷൈനി അശോക്, എറണാകുളം പള്ളുരുത്തി സ്വദേശി, സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനർ, ആർട്ടിസ്റ്റ്, ഗായിക, മേക്കപ്പ് ആർട്ടിസ്റ്റ്, അഭിനേത്രി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. അരിവാൾ, ഒരു OTT സിനിമ, മിനി മാതൃദമയ എന്ന സിനിമകളിലും മറ്റു പല സിനിമകളിലും 100ഓളം പരസ്യചിത്രങ്ങളിലും നിരവധി ആൽബം, ഷോർട്ട് ഫിലിമുകളിലും മേക്കപ്പ് ആർട്ടിസ്റ്റ്, കോസ്റ്റ്യൂം ഡിസൈനർ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ ഡാൻസർ കൂടിയാണ്. കൂടാതെ 2 സിനിമകളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. പ്രദീപ് പള്ളുരുത്തിയുടെ സംവിധാനത്തിലുള്ള വെബ് സീരീസിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. 10 വർഷക്കാലം നാടക സമിതിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിനയ രംഗത്തെ മികവ് കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. സുനിൽ MB, ശ്രീ സുനിൽ MB, തൃശ്ശൂർ കൊടകര സ്വദേശി, കലാകാരനും ശില്പിയുമാണ്. സിമൻറ്റ്, ഫൈബർ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ക്ലേ, തെർമോക്കോൾ, തടി എന്നിവയിൽ 22 വർഷത്തെ പ്രവർത്തന പരിചയത്തിലും തമിഴ്നാട്ടിലെ പോണ്ടിച്ചേരിയിലും മൈലാപ്പൂർ, ചെന്നൈ എന്നിവിടങ്ങളിലും ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന പുരാതന പള്ളികളിലെ റിനോവേഷൻ വർക്കുകളും ചെയ്തതിന് നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ക്രൈസ്റ്റ് റെഡീമൽ ചർച്ച്, ലൂസ് ചർച്ച് പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നും നിരവധി ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. ധാരാളം ശില്പകലകളാണ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൂടെ കടന്നു വന്നിട്ടുള്ളത്. ശില്പകലാ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഏബിൾ C. അലക്സ്, എറണാകുളം ജില്ലയിലെ കോതമംഗലം സ്വദേശി, 15 വർഷമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നു. നിരവധി സാമൂഹ്യ, രാഷ്ട്രീയ, കായിക വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ മെട്രോ വാർത്താ ദിനപത്രത്തിൻ്റെ കോതമംഗലം ലേഖകനാണ്. മാർ അത്തനേഷ്യസ് കോളേജ് ലൈബ്രറിയൻ കൂടിയാണ്. ആദിവാസി സമൂഹത്തിൻ്റെ ദുരിത കഥകൾ ഉൾപ്പെടെയുള്ള നിരവധി സ്പെഷ്യൽ സ്റ്റോറികൾ, ചലച്ചിത്ര മേഖലയിലെയും കായിക മേഖലയിലെയും ഒട്ടനവധി വാർത്തകളും സ്പെഷ്യൽ ആർട്ടിക്കിളുകളും എഴുതിയിട്ടുണ്ട്. പ്രശസ്ത ഫുട്ബോളർ IM വിജയൻ്റെയും കലാസാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രശസ്തരായ വ്യക്തികളെക്കുറിച്ചുള്ള ആർട്ടിക്കിളുകളും ഫീച്ചറുകളും എഴുതിയിട്ടുണ്ട്. മാധ്യമ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവ ഓണം നൽകാതിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം.
ശ്രീ എഴുകോൺ അമ്പിളികുമാർ. കൊല്ലം ജില്ലയിൽ എഴുകോൺ സ്വദേശി. കലയോടും നാടകത്തിനോടും ചെറുപ്പം മുതൽ ഇഷ്ടമായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമായതിൻ്റെ വിദ്യാഭ്യാസം തുടർന്നു പോകാൻ കഴിഞ്ഞില്ല. ആയതിനാൽ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകൾ കണ്ടെത്തി. ആധാരം എഴുത്തിനോടായിരുന്നു കൂടുതൽ താല്പര്യം തോന്നിയത്. കൊട്ടാരക്കര കോടതിയിലെ സമർത്ഥനായ ഒരു എഴുത്തുകാരൻ്റെ ശിക്ഷണത്തിൽ തൊഴിൽ അഭ്യസിക്കുകയും ഇന്ന് കൊട്ടാരക്കര എഴുകോൺ പ്രദേശത്തെ സമർത്ഥനായ ആധാരം എഴുത്തുകാരനായി മാറുകയും ആയിരക്കണക്കിന് ആധാരങ്ങൾ പതിപ്പിക്കാൻ കഴിയുകയും നിരവധി പേർക്ക് ഈ തൊഴിൽ അഭ്യസിച്ചു കൊടുക്കുവാനും തൊഴിൽ ഏർപ്പെടാനുള്ള അവസരം സൃഷ്ടിക്കാനും സാധിക്കുകയും ചെയ്തു. ഈ തൊഴിലിനോടൊപ്പം തനിക്ക് ചുറ്റുമുള്ള ദരിദ്രരെയും ആലംബഹീനരുടെയും അവരുടെ കുറവുകൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു. എഴുകോൺ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു കാരുണ്യ പ്രവർത്തകനാണ് ഇദ്ദേഹം. അമച്വർ നാടക മേഖലയിലും സീരിയൽ സിനിമാ രംഗങ്ങളിലും തൻ്റെതായ ശൈലിയിൽ അഭിനയ മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പൊതുജന സമ്പർക്ക മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ സജിത് കുമാർ എസ്. ശ്രീ സജിത് കുമാർ എസ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി, ഗായകൻ. കുട്ടിക്കാലം മുതൽ പാടുമായിരുന്നു. 150-ൽ പരം സ്റ്റേജ് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. സ്വാതി തിരുനാൾ സംഗീത സഭയിൽ നിന്നും ബെസ്റ്റ് സിംഗറിൻ്റെ അവാർഡ്, തമിഴ്നാട്ടിൽ നിന്നും അസൈ മന്നൻ അവാർഡ്, കലൈമണി അവാർഡ്, വട്ടിയൂർക്കാവ് പഞ്ചായത്തിൽ നിന്നും സകല കലാ സിംഗർ അവാർഡും നേടിയിട്ടുണ്ട്. നിലവിൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ ലീഡിംഗ് ഫയർമാനായി ജോലി നോക്കി വരുന്നു. സംഗീത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ജയ പ്രദീപ്, അടൂർ സ്വദേശി, അധ്യാപിക. പട്ടായി CBSE സ്കൂളിൽ 25 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്നു. സ്കൂൾ തലം മുതൽ കലാരംഗത്തും എഴുത്തിൻ്റെ മേഖലയിലും പ്രവർത്തിച്ചു. തദ്ദേശീയമായ ചില മാസികകൾ തുടർച്ചയായി കവിതകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പല വാട്സാപ്പ് കൂട്ടായ്മയുടെ ഭാഗമായുള്ള ബുക്കുകളിൽ കൂടി കവിതകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കേരള ജല അതോറിറ്റിയുടെ ഭാഗമായ തെളിനീർ സംഘടന സംസ്ഥാന തലത്തിൽ നടത്തിവരുന്ന കഥ, കവിത, രചനാ മത്സരങ്ങളിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ലളിതഗാനങ്ങൾ നിരവധി എണ്ണം എഴുതിയിട്ടുണ്ട്. മഞ്ചരി പബ്ലിക്കേഷൻസിൻ്റെ പെൻഡ്രൈവ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകത്തിൻ്റെ ഭാഗമായി കണ്ണീരോർമ്മകൾ എന്ന കവിതയ്ക്ക് ഈ വർഷത്തെ തിരുനെല്ലൂർ കരുണാകരൻ പുരസ്കാരം ലഭിച്ചു. കേരളത്തിൽ 14 ജില്ലകളെയും കോർത്തിണക്കി അറിയപ്പെടാതെ പോയ കലാകാരികളെയും സമൂഹത്തിലെ മുഖ്യധാരയിൽ എത്തിക്കുന്ന അകാലത്തിൽ വേർപിരിഞ്ഞ ശ്രീ മണി അയ്യമ്പുഴയുടെ ഹൃദയരാഗം ശാന്തഗീതം എന്ന സംഘടനയിൽ കൊല്ലം പത്തനംതിട്ട ജില്ലയുടെ അഡ്മിനായി പ്രവർത്തിക്കുന്നു. വരികൾ കീണം നൽകാം, ഗായകർക്ക് സംവിധായകനാകാം എന്ന പ്രോഗ്രാമിൻ്റെ 100ാമത് എപ്പിസോഡിൽ ഏറ്റവും നല്ല രചനയ്ക്കുള്ള അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഏറ്റവും നല്ല അഡ്മിനുള്ള അവാർഡും 2 തവണ ലഭിച്ചു. സാഹിത്യമേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണർ നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ഇത്രയും പേർക്കാണ് ഭാരത് സേവക് ഓണർ സമർപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരാൾ വരത്തില്ല എന്ന് അറിയിച്ചത് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ ഇന്ന് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം. അടുത്തതായി ആശംസ നേരുന്നതിനായി ഡോക്ടർ ജയദേവൻ സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം 3000-ലധികം സൂര്യ കവിതകൾ എഴുതി പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് തിരുവിതാംകൂർ രാജകൊട്ടാരം രാജമുദ്ര നൽകി ആദരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ ബാലേന്ദ്ര സാർ, വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച് ഇന്ന് പുരസ്കാരം സ്വീകരിക്കുന്ന വ്യക്തിത്വങ്ങളെ ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ ഡോക്ടർ ബാലേന്ദ്ര സാറിനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അണിയറയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഭാരത് സേവക് സമാജിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി ശ്രീ അനിൽ പ്ലാവോട്. അദ്ദേഹം കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് മെമ്പറാണ്. ഫിലിം പ്രോജക്റ്റിൻ്റെ ഡിസൈനറാണ്. സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വൈകിയ വേളയിൽ ആശംസ 2 വാക്കിൽ തന്നെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഇവിടുത്തെ ഏറെ പ്രിയങ്കരനായ ബാലേന്ദ്ര സാർ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലുള്ള ഇന്ന് ഈ ദേശീയ അവാർഡ് വാങ്ങാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും ഒരു ആശംസ നേരുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി ഷീല വിശ്വനാഥൻ, പ്രശസ്ത ഗായികയാണ്. ഷീല മാഡത്തിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബാലേന്ദ്ര സാറിനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ആശംസകൾ.
ഞാനും ഒരു 7-8 മാസം മുമ്പ് വന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു തുടക്കമായിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം എനിക്ക് 7 അവാർഡ് അതിനെ തുടർന്ന് കിട്ടി. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു ഐശ്വര്യമുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് ഇനി അവാർഡുകൾ ധാരാളം കിട്ടട്ടെ. എൻ്റെ ആശംസകൾ. ശ്രീ ഭാരത് സേവക് ജ്ഞാനേശ്വരൻ സാർ. അദ്ദേഹം കവിയും സാഹിത്യകാരനുമാണ്. സുഹൃത്തുക്കളെ, 2 വാക്ക്. കയ്യില്ലെങ്കിലും കാലുകൊണ്ട് എഴുതിയും ചിത്രം വരച്ചും ജീവിക്കുന്നവരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കാൽ സ്വാധീനമില്ലാത്തവർ കാറോട്ട മത്സരത്തിൽ മത്സരിച്ച് വിജയിച്ചവരെക്കുറിച്ചും നാം കേട്ടിട്ടുണ്ടാവും. കണ്ണില്ലാത്തവൻ പ്രിയതമയെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൺമണി നീ എൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിന് വേറെ എന്ന് പാടിക്കൊണ്ട് നടന്ന പാട്ടും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ മനുഷ്യ ശരീരത്തിലെ പ്രധാന അവയവമായ കരളും മറ്റു അനുബന്ധ അവയവുമില്ലാതെ കഴിഞ്ഞ 20 വർഷമായി ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുത മനുഷ്യനെക്കുറിച്ച് കേട്ടാലോ? വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കാളിയുടെയും വിഷ്ണുവിൻ്റെയും ഉപാസന കൊണ്ട് മാത്രം ജീവിച്ചു പോരുന്ന ആ മനുഷ്യനെയാണ് ഇത്തവണ ഭാരത സേവക് സമാജ് കണ്ടെത്തിയ വിശിഷ്ട സേവകന്മാരിൽ ഒരാൾ ശ്രീമാൻ കൃഷ്ണൻ നമ്പൂതിരി. ജന്മനാ പോളിയോ ബാധിച്ച് കാൽ സ്വാധീനമില്ലാതായിട്ടും പഠിച്ചു നല്ല വിദ്യാഭ്യാസവും സംസ്കൃതത്തിൽ ജ്യോതിഷഭൂഷണം MA ബിരുദവും നേടി. അപ്പോഴാണ് കൂനിമേൽ കുരു എന്ന പോലെ കരളിനും മറ്റു അവയവങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചത്. അദ്ദേഹം തളർന്നില്ല, വീണില്ല. ചിരിച്ചുകൊണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് കരുതി കാളിയെയും വിഷ്ണുവിനെയും മുറുകെ പിടിച്ചു. ആ പിടുത്തം ഇപ്പോഴും വിട്ടിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉപാസന തുടർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലമായി ഈശ്വരപ്രീതി പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും പ്രീതി എന്നൊരു ഭാഗ്യദേവത കടന്നു വന്നു. പിന്നെ മാറ്റങ്ങളുടെ തുടക്കമായി. യാത്രകളായി. കേരളം, തമിഴ്നാട്, കർണാടകം, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മിക്ക ക്ഷേത്രങ്ങളിലും പൂജാരിയായി. അങ്ങനെയാണ് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മറാത്തി എന്നീ ഭാഷകളിൽ എഴുതാനും സംസാരിക്കാനുമുള്ള കഴിവ് നേടിയത്. ഇതിനിടയിൽ ഇവർക്ക് ജനിച്ച മകളാണ് ദുർഗാദേവി. സാക്ഷാൽ ദുർഗാദേവി തന്നെയാണ് തൻ്റെ മകളായി ജനിച്ചതെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. ഇപ്പോൾ മലയൻകീഴിൽ കൊച്ചൊരു വീട് വാങ്ങി താമസിക്കുന്നു. ചായയും കാപ്പിയും കുടിക്കില്ല. ദാഹത്തിന് ചൂടുവെള്ളം മാത്രം. മിതമായ ഭക്ഷണം, ദിവസത്തിൽ 1 നേരം മാത്രം. ബ്രഹ്മവിദ്യയായ ജ്യോതിഷം, വൈദ്യം, ദേവപൂജ എന്നിവ കാണിക്കയും ദക്ഷിണയും മാത്രം വാങ്ങി പൂർണ്ണമായ സേവനം നടത്തിപ്പോരുന്ന ശ്രീ കൃഷ്ണൻ നമ്പൂതിരിയെയും ഭാര്യ പ്രീതിയെയും ഓമനപുത്രി ദുർഗാദേവിയെയും നമുക്ക് കൈയടിച്ച് ആദരപൂർവ്വം അനുമോദിക്കാം. നന്ദി, നമസ്കാരം. നാടക സീരിയൽ നടനായ ശ്രീ ഗോപകുമാർ B. ബഹുമാനപ്പെട്ട BSSൻ്റെ ദേശീയ ചെയർമാൻ ശ്രീ ബാലേന്ദ്ര സാർ, അഡ്മിൻ ഡയറക്ടർ, അതുപോലെ തന്നെ അവതാരിക, ഇവിടുത്തെ ഉന്നതരായ മറ്റുദ്യോഗസ്ഥരെ, അവരുടെ അക്ഷീണ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളെല്ലാവരും ഈ ഹാളിൽ നിറഞ്ഞിരിക്കുവാൻ കാരണം. അതുപോലെ തന്നെ 1952 ചാച്ചാജി തുടങ്ങിവെച്ച ഭദ്രദീപം കൊളുത്തിയ ഈ സംരംഭം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. 10,000-കണക്കിന് ആൾക്കാർക്ക് ഈ സ്ഥാപനം ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്കെല്ലാം നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ്. അതുപോലെ തന്നെ ഈ അവാർഡ് ജേതാക്കളായ നിങ്ങളാരും ചില്ലറക്കാരല്ല എന്നും നമുക്കറിയാൻ പറ്റുന്നുണ്ട്.
ഈ അവാർഡ് ജേതാക്കളായ നിങ്ങളെല്ലാവരും ഇനിയും ഇതുപോലുള്ള ശുഭമുഹൂർത്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ വട്ടപ്പാറ ബാബുരാജ്, അഭിനേതാവ്, സംവിധായകൻ, സാമൂഹ്യ പ്രവർത്തകൻ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ബാലേന്ദ്രൻ സർ അവർകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരായ ശ്രീമതി സിന്ധു മധു, മഞ്ജു ശ്രീകുമാർ, ജയ മാഡം, ശ്രീ വിനോദ്, പ്രിയ സുഹൃത്തുക്കളെ, അവാർഡ് ജേതാക്കളെ, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഫലകം, അതായത് ഈ ഒരു ഷാള്, നിങ്ങൾ ഈ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു ഉത്തരവാദിത്വമായി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ഈ മേഖല വളരെ ശക്തമായി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇത് ഏറ്റുവാങ്ങാൻ ഇവിടെ വന്ന നിങ്ങൾക്കും അതുപോലൊപ്പം തന്നെ ഇത് സംഘടിപ്പിച്ച BSSനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ പെരുമൺ ഷാജി, കവി, സാഹിത്യകാരൻ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ BSSൻ്റെ അമരക്കാരൻ ഡോക്ടർ BS ബാലചന്ദ്രൻ സാർ, വേദിയിലിരിക്കുന്ന ഓരോ പ്രവർത്തകരെ, അതോടൊപ്പം തന്നെ ഒരു മാഡം പറഞ്ഞ പോലെ അവാർഡിൻ്റെ പെരുമഴയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എനിക്ക് തന്നെ ഇപ്പം അന്തർദേശീയ അവാർഡ് കിട്ടിയോടൊപ്പം തന്നെ BSS പുരസ്കാരം കിട്ടിയ ശേഷം തന്നെ ഒരു 4-5 പുരസ്കാരങ്ങൾ എന്നെ തേടിയെത്തുകയാണ്. അതൊരു നല്ല കാര്യമായി എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി രശ്മി ആർ ഊറ്ററ, കവയത്രി, സ്ക്രിപ്റ്റ് റൈറ്റർ, അഭിനേത്രി, അതുപോലെ നിഴൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് സെക്രട്ടറിയാണ്. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാനീയർക്ക് നമസ്കാരം. ഇവിടെ ലഭിച്ച ഈ ശ്രേഷ്ഠമായ അവാർഡ് അത് ഓരോ മേഖലയിൽ നിന്നും ഓരോരുത്തർക്കും അർഹരാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് അജു എന്ന ചെറുപ്പക്കാരൻ ഒരു സരസ്വതി അമ്മ എന്ന, ഞാൻ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്, ആ അമ്മയെ പലരും ഇഴഞ്ഞു നടക്കുന്നതുകൊണ്ട് പല സ്ഥാപനങ്ങളിലും കൈയേൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിലവിലുള്ള പലരെയും വിളിച്ചു, ഞാനും വിളിച്ചു. പക്ഷേ ആ അമ്മയെ ഒരു സ്ഥാപനങ്ങളിലും കൈയേറ്റിയില്ല. അവസാനം ഒരു ദൈവത്തിൻ്റെ മാലാഖമാർ അവരെ സ്വീകരിച്ചു. എൻ്റെ വീട്ടിനടുത്തും ഇതുപോലെ അച്ഛന്മാരെ നോക്കുന്ന സ്ഥാപനമുണ്ട്. വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അവർ ആ അച്ഛനമ്മമാരെ നോക്കുന്നത്. പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ ആരും സംരക്ഷിക്കില്ല. അതുപോലെ ഇന്ന് നമ്മൾ അവാർഡുകൾ വാങ്ങി ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം എത്തുമ്പോൾ നമ്മളും വാർദ്ധക്യത്തിലേക്ക് എത്തപ്പെടും. അന്നും നമുക്കായി നമ്മൾ എന്തെങ്കിലും കരുതി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഭാരത സമാജിൻ്റെ ദേശീയ ചെയർമാൻ BS ബാലേന്ദ്രൻ സാർ നിങ്ങളെ അഭിസംബോധന ചെയ്യുകയും നിങ്ങൾ ഭാരത് സേവക് ഉപഹാരം സമർപ്പിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ്. അതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനരെ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് നമ്മെല്ലാവരും നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ മുന്നിൽ സാമ്പത്തികമായി ഒന്നാമതെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. എല്ലാ നിലകളിലും ഭാരതം മുന്നോട്ട് കുതിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഭാരതത്തെ ഈ വിധമാക്കി മാറ്റിയ വ്യക്തികളെന്ന് പറയുന്നത് കേവലം ഭരണകർത്താക്കൾ മാത്രമല്ല, രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അവർ കവികളായാലും കഥാകാരന്മാരായാലും ശാസ്ത്രജ്ഞരായാലും കർഷകരായാലും അധ്യാപകരായാലും വിവിധ രംഗങ്ങളിലെ കലാകാരന്മാരായാലും എല്ലാവരും തന്നെ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, ഭാരതത്തെ മുന്നോട്ട് നയിക്കുക എന്ന ദൗത്യ നിർവഹണത്തിൽ എല്ലാവരും പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷം ആഘോഷിച്ച കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം എന്ന് വിശേഷിപ്പിച്ച ആ കാലഘട്ടത്തിൽ
ഭാരത് സേവക് സമാജ് തീരുമാനിച്ചത് രാജ്യത്തെ ഈ വിധം കെട്ടിപ്പടുത്ത മഹത് വ്യക്തികളെ കണ്ടെത്തി അവരെ ഭാരത് സേവക് ബഹുമതി നൽകി ആദരിക്കണമെന്ന്. രാജ്യത്തെമ്പാടും അനേകായിരം ആളുകളെ ഇതിനകം ഭാരത് സേവക് സമാജ് കണ്ടെത്തി അവരെ ഭാരത് സേവക് സമാജ് പരമോന്നത പുരസ്കാരമായ ഭാരത് സേവക് പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. ഇന്നിവിടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഇത്തരത്തിൽ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇത്രയും വലിയൊരു കൂട്ടം ആളുകളെ ഒന്നിച്ച് കണ്ടിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല ഈ വിധം ഒരു പുരസ്കാര സ്വീകരണത്തിനായി. അങ്ങനെ എത്തിയിട്ടുള്ള വ്യക്തികൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ അഭിപ്രായം പറയാൻ കഴിവുള്ള, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന, പ്രതികരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. പ്രായഭേദമന്യേ സമൂഹത്തിലെ വിവിധ തലങ്ങളിലെ ആളുകൾ ഇവിടെ എത്തുമ്പോൾ അവരോട് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായും 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളൊക്കെ അഭിപ്രായം പറയുന്നവർ, അഭിപ്രായ സ്വരൂപീകരണത്തിനായി യത്നിക്കുന്നവർ, സമൂഹത്തിൽ ഇടപെടുന്ന ആളുകൾ ഒക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനാകും. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. 3 കാര്യങ്ങൾ. ഒന്ന്, കഴിഞ്ഞ കുറേ നാളുകളായി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് നമ്മുടെ നാട്ടിലെ സീനിയർ സിറ്റിസൻസിൻ്റെ കാര്യം. 56, 57, 58, 60 വയസ്സ് കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെടുന്നത് പോലെ, അവരെ പുറത്താക്കുന്നത് പോലെ ഉള്ള ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സേവന മേഖലയിലുള്ളത്. ലോകത്തെ ഏറ്റവും പരിഷ്കൃത രാജ്യങ്ങളൊന്നായ ജപ്പാനിൽ റിട്ടയർമെൻ്റ് ഇല്ല. അവിടെ ആജീവനാന്തമാണ് ആളുകൾ അധ്വാനിക്കുന്നത്. ആരോഗ്യമുള്ളിടത്തോളം കാലം സേവനം നടത്തുവാൻ കഴിയുന്ന സാമൂഹ്യ സാഹചര്യം അവിടെ ഉണ്ട് ജപ്പാനിൽ. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തും ആയിക്കൂടാ? നമ്മുടെ നാട്ടിൽ ഇന്നിവിടെ തന്നെ പലരെയും പരിചയപ്പെട്ടപ്പോൾ അവർ സർവീസിൽ നിന്ന് വിരമിച്ചവരാണ്. കണ്ടാൽ ചെറുപ്പക്കാരാണ്, ആരോഗ്യമുള്ളവരാണ്, കർമ്മശേഷിയുള്ളവരാണ്. പ്രവർത്തിക്കുവാൻ പ്രാപ്തി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ, പ്രാപ്തിയായി വരുന്ന കാലഘട്ടത്തിലാണ് അവരെ സേവന മേഖലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്. അവരുടെ കർമ്മശേഷി സമൂഹത്തിന് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടുന്ന ചിന്ത നമ്മുടെ രാജ്യത്തുണ്ടായേ മതിയാവും. ജപ്പാനിൽ റിട്ടയർമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് ആ രാജ്യം പിന്നോട്ടല്ല പോകുന്നത്, ആ രാജ്യം മുന്നോട്ടാണ് പോകുന്നത്. അവിടെ തൊഴിലവസരങ്ങൾ ധാരാളമായി, പുത്തൻ തൊഴിലവസരം ഉണ്ടാവുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകൾക്കായി അവിടെ തൊഴിൽ കൊടുക്കുവാൻ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. ഈ സേവന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, പരിചയസമ്പന്നരായ ആളുകൾ അവരുടെ അധ്വാനം കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ ധാരാളമായി സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. ആ ആളുകളെയാണ് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നത്. നമ്മുടെ നാട്ടിൽ വയോജന കേന്ദ്രങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. വയോജന കേന്ദ്രങ്ങളല്ല, എല്ലാവർക്കും പ്രവർത്തിക്കുവാനുള്ള അന്തരീക്ഷമാണ് സമൂഹത്തിൽ വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ ശബ്ദമുയർത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തിനാണ് ഇൻകം ടാക്സ് എടുത്തു കളയണം? ഇൻകം ടാക്സ് എന്ന് പറയുന്ന സാധനം എന്തിനാണ്? ഇൻകം ടാക്സ് ഇല്ലാത്ത രാജ്യങ്ങൾ വളർച്ചയിൽ വളരെ മുന്നിലാണ്. നമ്മുടെ രാജ്യത്ത് നിങ്ങൾ അറിയേണ്ടത്, പാൻ കാർഡ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് 63 കോടി ആളുകളാണ്. അതിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് വെറും 58 കോടി ആളുകളാണ്. ഇൻകം ടാക്സ് കൊടുക്കുന്നത് 8.5 കോടി ആളുകളാണ്. ഇൻകം ടാക്സ് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം സമ്പാദ്യം പലതും തന്നെ ബാങ്കിൽ നിക്ഷേപിക്കാതെ കള്ളപ്പണമായി സൂക്ഷിക്കുന്ന ആളുകളുടെ എണ്ണമാണ് നമ്മുടെ രാജ്യത്ത് പെരുകി വരുന്നത്. ഇൻകം ടാക്സ് എടുത്തു കളഞ്ഞാൽ വെറും 5.5 ലക്ഷം കോടി രൂപയാണ് ഇൻകം ടാക്സിലൂടെ ഒരു വർഷം ഗവൺമെൻറ്റിന് വരുന്നത്. ആ 5 ലക്ഷം കോടിയുടെ സ്ഥാനത്ത് പ്രതിവർഷം 100 ലക്ഷം കോടി രൂപ വരാൻ കഴിയുന്ന പദ്ധതി നമുക്കുണ്ട്.
ഓരോ ആളുകളുടെയും ബാങ്കിങ്ങിലെ ട്രാൻസാക്ഷൻ്റെ കോസ്റ്റ്, അതിൻ്റെ സർവീസ് 0.5% 1% എടുത്താൽ, ബാങ്കിങ് ട്രാൻസാക്ഷൻ്റെ 0.5% 1% എടുത്താൽ 100 ലക്ഷം കോടിയിലധികം തുക ഒരു വർഷം വരും. 6 മാസത്തിലൊരിക്കൽ ടാക്സ് അടയ്ക്കുമ്പോൾ കിട്ടുന്ന പണം കൊണ്ട് രാജ്യം നടത്തുന്ന പ്രവണതയിൽ നിന്ന് മാറി സദാസമയവും ട്രഷറിയിൽ പണമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മാറി വരും. ആ സാമ്പത്തിക സ്ഥിതി മാറാൻ വേണ്ടി നാം ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വീക്ഷണം മാറേണ്ടിയിരിക്കുന്നു. ഇവിടെ പട്ടിണി പങ്കുവെക്കുകയും ഇൻകം ടാക്സിൻ്റെയും മറ്റ് പലതിൻ്റെയും പേരിൽ ആളുകൾ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുകയല്ല. അധ്വാനിക്കുന്നവർക്ക് ഇഷ്ടമാതിരി അധ്വാനിക്കാനും ധനസമ്പാദനത്തിനുള്ള അവസരങ്ങൾ കിട്ടുകയും ചെയ്യുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവും. രാജ്യത്തിൻ്റെ വളർച്ച സമഗ്രമായി മാറും. ഇൻകം ടാക്സ് എടുത്തു കളയുന്നു എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായാൽ അമേരിക്കയിലും ഗൾഫ് നാടുകൾ പോലെ നമ്മുടെ ബാങ്കുകളിലേക്കുള്ള നിക്ഷേപം വൻതോതിൽ മാറും. രാജ്യത്തിൻ്റെയും അല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് നിക്ഷേപം ധാരാളമായി എത്തും. ഞാൻ പറഞ്ഞ 100 ലക്ഷം കോടി രൂപ വരുമാനത്തേക്കാൾ അപ്പുറമായ വരുമാനം നമ്മുടെ രാജ്യത്ത് ലഭ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ വർദ്ധിക്കുകയാണ്. വന്ധ്യത നിവാരണ ക്ലിനിക്കുകൾ വർദ്ധിക്കുകയാണ്. എന്തിനാണ് ഈ കുടുംബാസൂത്രണം? എന്തിനാണ് 2 കുട്ടികൾ 1 കുട്ടികളില്ല എന്നുള്ള അവസ്ഥ? നമ്മുടെ രാജ്യത്ത് സർക്കാരിൻ്റെ മുന്നിൽ ആവശ്യമില്ലാത്ത ഒരു സംവിധാനമായി കുടുംബക്ഷേമ വകുപ്പ് നിൽക്കുകയാണ്. കുടുംബാസൂത്രണം എന്ന് പറയുന്ന, കുടുംബക്ഷേമ വകുപ്പ് എന്ന് പറയുന്ന സംവിധാനം എടുത്തു മാറ്റണം. ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല രാജ്യത്ത്. ജനസംഖ്യയാണ് രാജ്യത്തിൻ്റെ ശക്തി. ഈ 3 കാര്യങ്ങളും ഭാരതീയ സമാജത്തിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇക്കാര്യം രാജ്യത്ത് ഭരണകൂടത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുവാനും ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒപ്പീനിയൻ ലീഡേഴ്സ് ആയതുകൊണ്ടാണ്, നാട്ടുകാരോട് സംസാരിക്കാൻ പ്രാപ്തിയുള്ളവരായതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യണം. പൊതുജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ക്രൂസിഫിക്കേഷൻ ഓഫ് അൺബോൺ എന്നുള്ളതുപോലെ ജനിക്കാതെ പോകുന്ന ആളുകളെ കൊല്ലുകയല്ലേ? എത്രയെത്ര പ്രതിഭകളെയാണ് നാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഭകളെ നശിപ്പിക്കാതിരിക്കാൻ നമ്മുടെ രാജ്യത്തിന് ജനശക്തി, പ്രാപ്തിയുള്ളവരുടെ, കർമ്മനിരതമായ ആളുകളുടെ ഒരു ജനശക്തി, ലോകം മുഴുവൻ തൊഴിൽ ചെയ്യുവാനുള്ള പ്രാപ്തിയുള്ള ഒരു രാജ്യമായി ഇന്ത്യ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ സർവീസ് സെക്ടറിലേക്ക്, ലോകത്തിൻ്റെ വികസന സെക്ടറിലേക്ക്, ലോകത്തിൻ്റെ ശാസ്ത്ര മേഖലയിലേക്ക് ഭാരതീയർ കമാൻഡ് പൊസിഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഭാരതത്തിൻ്റെ ആളുകളുടെ എണ്ണം കുറയ്ക്കുന്ന പ്രവണത മാറിയേ മതിയാകും. നമ്മുടെ പല ഭവനങ്ങളും ഇന്ന് കുട്ടികളില്ലാതെ പല ഭവനങ്ങളും പൂട്ടിക്കിടക്കുകയാണ്. ധാരാളം ഭവനങ്ങൾ പ്രായമായ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമുള്ള ആളുകൾ, അവരെല്ലാം തന്നെ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ് കാനഡയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കുമൊക്കെ. ആ അവസ്ഥ വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെന്ന നിലയിൽ ഇക്കാര്യം നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറാകണം. ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ചിന്ത ആ വഴിക്ക് കൂടി ഉണ്ടാകട്ടെ എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഭാരതീയ സമാജത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഭാരത് സേവക് ഉപഹാരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അല്ലത് ബയോഡേറ്റ ഒത്തിരി ഉണ്ടായിരുന്നു, ഇത്രേ വായിച്ചുള്ളൂ. ശ്രീ വിനു ശ്രീലകം. ഡോക്ടർ ഷബ്ന.
അഡ്വക്കേറ്റ് സന്ധ്യ ശ്രീകുമാർ, ശ്രീ തങ്കൻ തിരുവട്ടാർ, ശ്രീ ഉണ്ണികൃഷ്ണൻ കെ, അഡ്വക്കേറ്റ് പി സതീഷ് കുമാർ, ശ്രീ റിച്ചാർഡ് സ്റ്റാൻഡോ, അഡ്വക്കേറ്റ് വി വി ജോസ് കല്ലട, ശ്രീ സാബു മാവേലിക്കര, ശ്രീ രാധേശ്യാം കെ വി, ശ്രീ അനുരാജ് ആർ പിള്ള, ശ്രീ രാമു മംഗലപ്പള്ളി,
ശ്രീ പ്രദീപ് എസ്. ശ്രീ എസ് കൃഷ്ണൻ നമ്പൂതിരി. ശ്രീമതി ലയന മാർട്ടിൻ. ശ്രീ ജയപ്രകാശ് ആർ. ശ്രീമതി അജിത രതീഷ്. ശ്രീമതി ശരണ്യമൂർത്തി എസ് കെ. ശ്രീമതി സുമ ശ്രീകുമാർ. സുമ ശ്രീകുമാർ. ശ്രീ അമൽ കെ പി. അമൽ കെ പി. ശ്രീ അനീഷ് കുമാർ വി ബി. ശ്രീ എസ് എൻ ശ്രീപ്രകാശ്. ശ്രീ ഡെന്നി പറളിക്കാട്.
ശ്രീ കെ സുധീർ കുമാർ, ശ്രീ ജോൺ വിൽസൺ പി, ശ്രീ സി ജി മധു കാവുങ്കൽ, ശ്രീ ശശികുമാർ ഉളാവട്ടി, ശ്രീ രാജേഷ് ഭാനു, രാജേഷ് ഭാനുവിന് വേണ്ടി ഭാര്യയാണ് അവാർഡ് വാങ്ങിക്കുന്നത്. ശ്രീ രാജു മേക്കാടൻ, ശ്രീ അംബിക കണ്ണൻ ഭായ്, ശ്രീമതി ഗീത വിനോദ്, ശ്രീ ബിജു കെ മാധവൻ, കുമാരി അനാമിക യു എസ്, കുമാരി ജൊവാന ജുവൽ, കുമാരി ജുവാന ജുവലിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങും കൂടെ നടക്കുകയാണ്. ബാലേന്ദ്രദാസ് പുസ്തകം പ്രകാശനം ചെയ്യുന്നു. ദ ഫയറി
മാസ്റ്റർ മാധവ് കൃഷ്ണ ജെ, മാസ്റ്റർ അദ്വൈത് മൂർത്തി AS, കുമാരി അനിർവിന്യ MA, മാസ്റ്റർ അനിൽ കൃഷ്ണ ജെ, മാസ്റ്റർ ആദിഷ് S, കുമാരി വരദ RP, ശ്രീമതി SR ലേഖ, ശ്രീ സുബീഷ് കടവത്തൂർ, ശ്രീമതി അശ്വതി KP, ശ്രീമതി ദേവു, ശ്രീമതി സുനിത SV, ശ്രീ രഞ്ജിത്ത് S കരുൺ, ശ്രീമതി പ്രിയ S പൈ,
ശ്രീമതി ഗീതു സുരേഷ്, ശ്രീമതി മിനിത മിഖായേൽ, ശ്രീമതി ശിവകല ശിവസുധൻ, ശ്രീമതി വീണ ദേവി എസ്, ശ്രീമതി ഷൈനി അശോക്, വീണ വരുന്നേ ഉള്ളൂ, ശ്രീമതി ഷൈനി അശോക്, ശ്രീ സുനിൽ എം പി, ശ്രീ ഏബിൾ സി അലക്സ്, ശ്രീ എഴുകോൺ അമ്പിളി കുമാർ, ശ്രീ സജിത് കുമാർ എസ്, ശ്രീമതി ജയ പ്രദീപ്, പുരസ്കാര സമർപ്പണം സമാപിച്ചു. അടുത്ത ഈ ചടങ്ങിന് നന്ദി പറയുന്നതിനായി ഭാരത സമാജിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ടി പി വിനോദിനെ ക്ഷണിക്കണം. ബഹുമാന്യരെ, ഡോക്ടർ ബി എസ് ബാലചന്ദ്രൻ അവർകൾ നേതൃത്വം നൽകി വരുന്ന നയിദില്ലിയിലെ സെൻട്രൽ ഭാരത് സേവക് സമാജിൻ്റെ തീരുമാനപ്രകാരം നമ്മുടെ രാജ്യത്ത് സത്യസന്ധമായും ആത്മാർപ്പണത്തോടെയും വിവിധങ്ങളായ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്ത് അവരെ ആദരിച്ചു കൊണ്ട് ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരമായ ഭാരത് സേവക് ഓണർ നൽകി വരുന്നു. രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും ന്യൂഡൽഹിയിലും ഈ ആദരവിൻ്റെ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഈ അവസരത്തിൽ തിരുവനന്തപുരം സെൻട്രൽ പ്രോഗ്രാം ഓഫീസിൽ നടന്ന ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചും അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ടും ഈ പരിപാടി ധന്യമാക്കിയ BSSൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർക്ക് ഭാരത് സേവക് സമാജിൻ്റെ പേരിലും ഈ പ്രോഗ്രാമിൻ്റെ കൺവീനർ എന്ന നിലയ്ക്കും ഞാൻ ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരത് സേവക് സമാജിൻ്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി ജയ ശ്രീകുമാറിനും ഭാരത് സേവക് സമാജിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാരത് സേവക് സമാജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ഭാരത് സേവക് സമാജിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി സിന്ധു മധു എന്നിവർക്കും ഭാരത് സേവക് സമാജിൻ്റെ പേരിലും എൻ്റെ പേരിലും കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ദേശീയ ഗാനം.
जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे